Hi students, welcome to class Aura. നമ്മൾ integration എന്ന ചാപ്റ്ററിനകത്ത് definite integral 7.11 13th question. Integral minus pi by 2 to pi by 2 sin raised to 7x dx. നമുക്കിതിന് I എന്ന് കൊടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യന് നമ്മൾ വെറുതെ I എന്ന് കൊടുത്തു. ഇവിടെ നമുക്കറിയാം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒരുപോലെയാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചേക്കണ എന്താ? സീറോ ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഫങ്ഷൻ. ഓഡ് ഫങ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ആൻസർ സീറോ ആയിരിക്കും. ദെൻ 2 ഇൻറ്റു 0 to a എഫ് ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈവൺ ഫങ്ഷൻ. ഈവൺ ഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്തറിയാം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 0 to a വരും. ഓഡ് ഫങ്ഷൻ ആണെങ്കിൽ ആൻസർ എന്ത് വരും? സീറോ വരും. ലെവൽ 1 ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ ഒരുപാട് ഒരേപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഈ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 സൈൻ റേസ് ടു 7x ആണ്. അപ്പോൾ ഈ ഫങ്ഷൻ ഓഡാണോ ഈവൺ ആണോ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുത്തു, എഫ് ഓഫ് എക്സ് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ റേസ് ടു 7x. നമ്മൾ എക്സിന് എന്ത് ഓടാണോ ഈവൺ ആണോ എന്ന് എങ്ങനെ നോക്കണേ? എക്സിന് നമ്മൾ മൈനസ് എക്സ് കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഈ എക്സിന് മൈനസ് എക്സ് കൊടുത്തു. ഇവിടെ കൊടുത്താൽ മാത്രം പോരാ, ലെഫ്റ്റിലും കൊടുത്താൽ റൈറ്റിലും കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ റൈറ്റിലും കൊടുക്കണം നമ്മൾ. സൈൻ റേസ് ടു 7 മൈനസ് എക്സ് ആയി. നമുക്കറിയാം മൈനസ് സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പം മൈനസ് സൈൻ എക്സ് ദ ഓൾ റേസ് ടു 7 എന്ന് എഴുതാം. ദെൻ ഇതിനെന്താണ് ആൻസർ? മൈനസ് വരും. മൈനസ് സൈൻ റേസ് ടു 7x എഴുതിയാൽ മതി. അതെ, ഇത് ഇത്രയൊന്നും എഴുതുന്നത് ഒരു നിർബന്ധമില്ല. നമ്മൾ എഫ് ഓഫ് മൈനസ് എക്സ് കൊടുത്തു, ഇവിടെ എക്സിന് മൈനസ് കൊടുക്കുക, നേരെ ഈ ഫോർമുലയിലേക്ക് എഴുതിയാൽ മതി. മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് ഫംഗ്ഷൻ കൊടുത്താൽ മതി. ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ഒരിക്കലും അത് ഈവൻ നമ്പറായിട്ട് വരാറില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് ആൻസറായി, ഒറ്റയടിക്ക് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ, മൈനസ് എഫ് എക്സ് എന്നായി. ഇതേ അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്തായി? മൈനസ് എഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എന്താണ്? ഈസ് എ ഓഡ് ഫങ്ഷൻ ആണ്. ദെയർഫോർ എന്തെഴുതാം നമുക്ക്? ദെയർഫോർ ഐ ഈസ് ഈക്വൽ ടു 0. കാരണം എന്താ? ഓഡ് ഫങ്ഷൻ ആണെങ്കിൽ ആൻസർ സീറോയാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ? ദെൻ എക്സാമ്പിൾസ് നമ്മൾ നോക്കുക. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 7 കോസ് ക്യൂബ് എക്സ് ഡി എക്സ്. ദെൻ അടുത്തത് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 3 tan raised to 4x dx. Third one, integral sin cube x cos square x dx. Fourth one, integral x raised to 4 tan raised to 5x dx. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. 18th ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + s സ്ക്വയർ ഡി എക്സ്. ഇവിടെ നമുക്കറിയാം ഈയുടെ പവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റിനകത്ത് ആ പവറിനായിരിക്കും എപ്പോഴും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ടാൻ ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ ടി ഈക്വൽ ടു ഏതാ മക്കളെ? ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഡി ടി ബൈ ഡി എക്സ് എഴുതാം. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നി നമ്മളിവിടെ നോക്കണം. ആ ഇക്വേഷൻ അവിടെ വാല്യൂ വരും അവിടെ. അപ്പോൾ എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്? 1/1 + s സ്ക്വയർ വരും. ഇനി നമ്മൾ നോക്കുക, ഈ ഡി ടിനെ അവിടെ നിർത്തി കഴിയുമ്പോൾ ഈ ഡി എക്സ് നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 + s സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഈ ഡി എക്സിനും 1 + s സ്ക്വയറിനും പകരം എന്താ നമുക്ക് കിട്ടിയണേ? ഡി ടി അല്ലേ? അപ്പോൾ നമ്മളതിന് ഡി ടി എന്ന് കൊടുത്തു. ഇനി ഏതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ഈ ടാൻ ഇൻവേഴ്സ് എക്സിനാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി നോക്കിയാൽ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി ഡി ടി ആയി. ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു ടി തന്നെയാണ്, പ്ലസ് ഇ വരും. ഇനി ടിക്ക് പകരം ഏത് കൊടുക്കണം? എന്താണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇ ആയി. നമ്മുടെ ആൻസറായി. ഇതിൻ്റെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പഠിക്കാം. എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 - s സ്ക്വയർ ഡി എക്സ്. ഇവിടെ ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ഈയുടെ പവറായിട്ട് വരുന്ന സൈൻ ഇൻവേഴ്സ് എക്സിനായിരിക്കണം. അപ്പോൾ ടി ഈക്വൽ ടു ഏതിന് കൊടുക്കണം? സൈൻ ഇൻവേഴ്സ് എക്സിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഡി ടി എന്ന് എഴുതിയാലും മതി. നമ്മളിവിടെ 1 സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - s സ്ക്വയർ ഇൻറ്റു
ഡി എക്സ് നേരെ ദേ ഇവിടെ ഞാൻ കൊടുത്തോളൂ. എഴുതുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പോടെ ആവശ്യമില്ല, നേരെ ഡി എക്സ് ആ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഈ റൈറ്റ് സൈഡിൽ കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഈ ഡി എക്സിനും √1 - s² പകരം എന്ത് കൊടുത്തു? ഡി ടി ഇൻ്റഗ്രൽ ഇ റൈസ് ടു ഈ ഏതിനാണ് നമ്മൾ ടി കൊടുത്തത്? സൈൻ ഇൻവേഴ്സ് എക്സിനാണ്, അവിടെ ടി കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ? ഇ റൈസ് ടു ടി പ്ലസ് സി ആയി. ഇനി ഇ റൈസ് ടു ഈ ടിക്ക് ഒരേ ഇത് കൊടുക്കാം, ഈ സൈൻ ഇൻവേഴ്സ് എക്സ് തിരിച്ച് നമ്മളിവിടെ കൊടുക്കണം, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആയി. അപ്പോൾ നമ്മുടെ ആൻസറായി. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. അനദർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു ലോഗ് എക്സ് ഇൻറ്റു 1/x dx. ഇവിടെയും ഏതായിരിക്കും? ഇയുടെ പവറായിട്ട് വരുന്ന അവിടെ ലോഗ് എക്സ് ആണ്. അപ്പോൾ അവിടെ ഏതിന് കൊടുക്കണം? ലോഗ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുക്കണം. അപ്പോൾ ടി ഈക്വൽ ടു ലോഗ് എക്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/x dx ആയി. ദെൻ ഏതിനാണെന്ന് നോക്കുക. ഈ ഡി എക്സിനും ബൈ എക്സിനും പകരം നമ്മൾ ഏത് കൊടുത്തു? ഡി ടി കൊടുത്തു. ദെൻ ഇൻ്റഗ്രൽ ഏതിനാണ് കൊടുത്ത്? ലോഗ് എക്സിനാ അല്ലേ? അപ്പം ഇ റേസ് ടു ടി ഡി ടി എന്നായി. ഇനി ഇ റേസ് ടു ടിയുടെ ഇൻ്റഗ്രൽ എന്നാ? ഇ റേസ് ടു ടി വരും, ഇ റേസ് ടു ടി പ്ലസ് സി ആണ്. അപ്പം ഇ റേസ് ടു ലോഗ് എക്സ് പ്ലസ് സി. കാരണം ടിക്ക് പകരം നമ്മൾ ഏത് അവിടെ തിരിച്ചു കൊടുത്തു? ലോഗ് എക്സ് തിരിച്ചു കൊടുത്തു. നമുക്കറിയാം ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ നോക്കാം, ഇ റേസ് ടു എക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, സൈൻ എക്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനും കൂടെ വന്നാൽ ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് കൊടുത്ത 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് നമുക്ക് എളുപ്പത്തിൽ ഒരു ഫോർമുലയായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ എക്സ് അങ്ങനെ തന്നെ വരും. എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതൊരു ഇക്വേഷനാണ്. ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്താൽ മതി. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇ റേസ് ടു എ എക്സ്. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ, എ സൈൻ ബി എക്സ് അങ്ങനെ തന്നെ. ഇനി സൈൻ്റെ ഇൻ്റഗ്രൽ നെഗറ്റീവാണ്, അപ്പം മൈനസ് ബി കോസ് ബി എക്സ് ഡിവൈഡഡ് ബൈ ഈ എയുടെ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ ആണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് എ എന്ന് പറഞ്ഞാൽ 1 വരും, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ദെൻ ബി എന്ന് പറഞ്ഞാൽ 1 വരും, ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്താവും നോക്കിയേ? ഇ റേസ് ടു എക്സ് അങ്ങനെ തന്നെ വരും. എ എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ 1 സൈൻ എക്സ് വരും. മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ 1 കോസ് എക്സ് വരും. ഡിവൈഡഡ് ബൈ ഈ 1ൻ്റെ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ഈ 1ൻ്റെ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ഈ വരും. ഇനി ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. അപ്പോൾ ഇ റേസ് ടു എക്സ് അങ്ങനെ തന്നെ വരും. 1 സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് വരും, അതങ്ങനെ തന്നെ എഴുതി. മൈനസ് 1 × കോസ് എക്സ് എന്താ? കോസ് എക്സ് വരും. ഡിവൈഡഡ് ബൈ 1 + 1 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 + 1 എന്താ? 2 വരും. അപ്പോൾ നമുക്ക് 3 പ്രാവശ്യം നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് കൊടുക്കുന്ന ഒറ്റയടിക്ക് നമുക്ക് ആൻസറായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താൽ മതി. 2 മാർക്കിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വരുന്നത്. ഇൻ്റഗ്രൽ അനദർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു 2x ഇൻറ്റു സൈൻ 5x ഡി എക്സ് ആണെന്ന് വെച്ചോ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2, ദെൻ ബി ഈക്വൽ ടു 5. എ 2 കിട്ടി, ബി 5 കിട്ടി. ദെൻ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും നോക്കി? അപ്പോൾ ഇ റേസ് ടു 2x അങ്ങനെ തന്നെ വരും. ദെൻ എ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സൈൻ 5x അങ്ങനെ തന്നെ എഴുതി. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? 5 ആണ്. അപ്പോൾ 5 സൈൻ്റെ ഇൻ്റഗ്രൽ കോസ്, അപ്പോൾ കോസ് 5x ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ പ്ലസ് 5ൻ്റെ സ്ക്വയർ. അവിടെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി നോക്കിയാൽ മക്കളെ? ഇ റേസ് ടു 2x അങ്ങനെ തന്നെ വന്നു. 2 സൈൻ 5x വന്നു, മൈനസ് 5 കോസ് 5x വന്നു, ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും, 4 + 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 29 വരും, 29 പ്ലസ് സി വരും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷനകത്ത് ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചെയ്താൽ മതി. ദെൻ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു 4x സൈൻ 2x ഡി എക്സ്. നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇൻ്റഗ്രൽ ഇ റേസ് ടു 5x സൈൻ എക്സ് ഡി എക്സ്. നെക്സ്റ്റ് വൺ ഇ റേസ് ടു എക്സ് സൈൻ 3x ഡി എക്സ്. ഈ 3 പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ
9x² പ്ലസ് 6x പ്ലസ് 5. ഇത് നമ്മുടെ ഏത് ഫോർമുലയാണ്? മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് അല്ലേ? മെത്തേഡ് 1 ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതൊരു മെത്തേഡിനകത്തും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? S²ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണം. ഇവിടെ S²ൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 9 ആണ്. അപ്പോൾ 1/9 പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ S². അതായത് ആദ്യമേ S²ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണം. അവിടെ x² കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 9 ആണ്. ആ 9 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇവിടുന്ന് S² പോയി S² ആയി. ഈ 6x അടുത്ത് 9 ഇല്ല. അപ്പോൾ എന്ത് വരും? ഈ 6x താഴെ എന്ത് വരും? 9 വരും. ഈ 5 അടുത്ത് 9 ഇല്ല. അപ്പോൾ എന്ത് വരും? ഈ 5 താഴെയും 9 വരും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? 1/9 അങ്ങനെ തന്നെ എഴുതണം. ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ. ഇവിടെ നമ്മൾ 4 സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കും. എക്സ് എന്താണോ ആ എക്സ് അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. പ്ലസ് ഇവിടെ x² പകരം എക്സ് ഇറക്കി എഴുതുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇറക്കി എഴുതുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇറക്കി എഴുതുക. നമ്മുടെ ക്വസ്റ്റിനകത്ത് പ്ലസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ഇറക്കി എഴുതണം? പ്ലസ് ഇറക്കി എഴുതി. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണെന്ന് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/9 ആണ്. ഇതിൻ്റെ നേരെ ഹാഫ് എടുക്കുക. 6/9 ഡിവൈഡഡ് ബൈ 2 എടുക്കുക. അപ്പോൾ ഈ 6ഉം ഈ 2ഉം കൂടെ വെട്ടിയാൽ 3 വരും. ഈ 3ഉം ഈ 9ഉം കൂടെ വെട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 1/3 വരും. ഇതിൻ്റെ ആൻസർ ഈസ് 1/3 വരും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ആ 1/3 ഇവിടെ എഴുതുക. ദ ഹോൾ സ്ക്വയർ കൊടുക്കുക. ഇവിടെ ഉള്ള നമ്പർ അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. 5/9 ഇറക്കി എഴുതി. ദെൻ ഇതിൻ്റെ സ്ക്വയർ ഇവിടെ നമ്മൾ -1/9 സ്ക്വയർ നമ്മൾ ഡിഫറൻസ് എടുക്കുക. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ S²ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കണം. അപ്പോൾ അവിടെ ഏത് നമ്പർ ആണോ ആ നമ്പർ നമ്മൾ ഔട്ട് സൈഡ് എടുക്കണം. ഇവിടെ ഏത് നമ്പറാണ് മക്കളെ? 9 ആണ്. 9 ഔട്ട് സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ S². ഇവിടെ 9 ഉണ്ട്. അപ്പോൾ നമ്മൾ S² എഴുതിയാൽ മതി. ഇവിടെ 6x 9 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ എഴുതി. ഇവിടെ 5 9 ഇല്ല. അവിടെ നമ്മൾ എന്ത് എഴുതി? /9 എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എക്സ് എന്താണോ എക്സ് അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇറക്കി എഴുതുക. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് 6/9 എടുക്കുക, അതിൻ്റെ ഹാഫ് എടുക്കുക. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് വെട്ടി കുറച്ചിട്ട് എന്ത് വരും? 1/3 വരും. ദെൻ ഈ 1/3യുടെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക. 4 സ്റ്റെപ്പ് നമ്മൾ ഒഴിവാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇതേ അതിൽ ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ നമ്മുടെ എന്ത് വരും നോക്കിയേ? 1/9 അങ്ങനെ തന്നെ വന്നു. dx ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ വരും. ദെൻ പ്ലസ് ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന നമ്പർ ഏതാ? 5/9 മൈനസ് 1/9 ആണ്. ഇവിടെ നമുക്ക് രണ്ടിനകത്തും LCM 9 ആണ് LCM അല്ലേ? അപ്പോൾ ആ 1/9 അങ്ങനെ തന്നെ എഴുതി. ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ. ദെൻ പ്ലസ് നമ്മുടെ LC എന്ന് പറഞ്ഞാൽ 9 അല്ലേ? ആ 9 LC കൊടുക്കുമ്പോൾ എന്ത് വരും? ഈ 5ൻ്റെ താഴെ 9 ഉണ്ട്. അപ്പോൾ 5 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 1ൻ്റെ താഴെ 9 ഉണ്ട്. അപ്പോൾ -1 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. 1/9 ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 1 എന്താ? 4 ആണ് അല്ലേ? അപ്പോൾ 4/9 എന്ന് വരും ഇവിടെ. ഇനി നമുക്ക് നോക്കാം. ഈ 4/9 നമ്മൾ പഠിച്ചൊരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഇക്വേഷൻ ഏതാണ്? dx ഡിവൈഡഡ് ബൈ S² പ്ലസ് A² ഫോമിലേക്ക് എഴുതുന്നത്. എന്താ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ S² പ്ലസ് A² എന്ന് പറഞ്ഞാൽ 1/a tan ഇൻവേഴ്സ് ഓഫ് x/a ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ ഫോമിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഈ 4/9 എന്ന് പറഞ്ഞാൽ എന്താ? പെർഫെക്റ്റ് റൂട്ടാണോ? അല്ല. അപ്പോൾ നമുക്ക് അവിടെ അതിനെ പെർഫെക്റ്റ് റൂട്ടാക്കി മാറ്റി എഴുതണം. ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഈ 4നെ എങ്ങനെ എഴുതാം? നമുക്ക് 2 ആണ്. 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 2/3 ദ ഹോൾ സ്ക്വയർ കൊടുത്തു. 2/3 ദ ഹോൾ സ്ക്വയർ, അതായത് 4ൻ്റെ റൂട്ട് 2, 9ൻ്റെ റൂട്ട് 3. അപ്പോൾ 2/3 ഹോൾ സ്ക്വയർ കൊടുത്തു. ഇപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുലയായി S² പ്ലസ് A² ആയി. ഏതാ ഫോർമുല? 1/a tan ഇൻവേഴ്സ് x/a. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു. 1/9 അങ്ങനെ തന്നെ എഴുതി. 1/a എന്ന് പറഞ്ഞ ഏതാ? 2/3 ആണ്. അപ്പോൾ 1/2/3 എഴുതി. tan ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഏതാ? എക്സ് പ്ലസ് 1/3 ആണ്. അവിടെ എക്സ് പ്ലസ് 1/3 കൊടുത്തു. ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞ ഏതാ? 2/3 ആ. ആ 2/3 എഴുതി. നമ്മൾ ഇക്വേഷനിലേക്ക് അങ്ങനെ തന്നെ കൊടുത്തു. ഒന്നുകൂടെ പറയാം. എക്സിൻ്റെ സ്ഥാനത്ത് ഏതാണ്? എക്സ് പ്ലസ് 1/3. എയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ 2/3. അപ്പോൾ x/a. അപ്പോൾ എക്സ് പ്ലസ് 1/3
ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ 2/3 കൊടുത്തു. ഈ 3യും ഈ 9 കൂടെ വെട്ടി ഇവിടെ ഒരു 3 വരും. അപ്പൊ 3 × 2 എന്നാ വന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വന്നു. ദെൻ ടാൻ ഇൻവേഴ്സ് ഓഫ് ദെൻ ഈ 3 നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x വന്നു പ്ലസ് 1 വന്നു ഡിവൈഡഡ് ബൈ 3 വന്നു. ഓൾറെഡി ഉള്ള 2/3 അങ്ങനെ തന്നെ എഴുതി. ഈ 3യും ഈ 3യും കൂടെ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/6 ടാൻ ഇൻവേഴ്സ് ഓഫ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2i. അപ്പൊ പ്ലസ് i. ആൻസർ എന്ന് പറഞ്ഞാൽ 1/6 ടാൻ ഇൻവേഴ്സ് ഓഫ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് i. ഇതേ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ലെവൽ 1-നകത്ത് ഓരോ ഇക്വേഷൻ്റെയും നമ്മൾ പ്രോബ്ലംസ് മെത്തേഡ് 1 ചെയ്തിട്ടുണ്ട്. അത് നോക്കി പഠിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഡിസംബറിൽ നടക്കുന്ന ക്രിസ്മസ് എക്സാമിന് ഇനിയും പഠിച്ചു തുടങ്ങാത്ത എല്ലാ കുട്ടികളും വളരെ ഈസിയായി ബേസിക് കൺസെപ്റ്റുകളും കണ്ടന്റുകളും ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കാനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ക്ലാസ്സോറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത 500ഓളം വരുന്ന ലൈവ് റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്.